ഇനി എന്തോ 2 ബൂത്ത് UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് ആദ്യമായി എല്ലാവിധ വിജയാശംസകളും അർപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും, എന്തിനേറെ പറയുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലും, കേരളത്തിലെ വർഗീയത വിറ്റുകൊണ്ട് 2 മാസമായിരിക്കും SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ പെട്ടെന്ന് അദ്ദേഹം നെൽമൂരിലേക്ക് പറഞ്ഞേക്കുന്നു. ഒരിക്കലും അദ്ദേഹം പറയാൻ പാടില്ലാത്ത വലിയ വർഗീയ പരാമർശം അദ്ദേഹം നടത്തുന്നു. ഈ ജില്ലയിൽ ഇവിടുത്തെ ഹൈന്ദവ സമുദായം ഒരിക്കലും അംഗീകരിക്കാത്ത സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ മലപ്പുറം ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട ഹൈന്ദവ നേതാക്കളും ഹൈന്ദവ വിശ്വാസികളും തന്നെ അതിനെ എതിർക്കുന്നു. അപ്പോൾ അവസാനമായി കഴിച്ച ട്രംപ് കാർഡ്, അത്രയും കൃത്യമായ വർഗീയത പറഞ്ഞ ആ വ്യക്തിയെ 3 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം പോയി കണ്ട് സ്വീകരിക്കുന്നു. അപ്പോ എങ്ങനെയൊക്കെ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങാം, അതിനെന്ത് മാർഗം? കാരണം രാഷ്ട്രീയം അവരുടെ കയ്യിൽ നിന്ന് പോയി. തൊഴിലാളികൾ ഒന്നും ഉണ്ടാക്കാൻ പറയുന്നു, എനിക്ക് ശബ്ദമിടാൻ വയ്യ, അതുകൊണ്ടാ. തൊഴിലാളികൾ അവരുടെ എന്താ പറയാ പക്ഷത്തു നിന്ന് കൈവിട്ടുപോയി. പാർട്ടി സഖാക്കൾ അവരെ കൈവിട്ടുപോയി. വീണ്ടും അധികാരത്തിൽ വരാൻ ഏതെങ്കിലും ഒരു നിലക്ക് കേരളത്തിലെ ഒരു കലാപഭൂമിയാക്കി RSSുമായി ചേർന്ന് കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്ന് ഒരുപാട് ഗെയിമുകൾ ഇവിടെ കളിച്ചു. അതിന്റെ ഭാഗമാണ് അജിത് കുമാറും സുജിത് ദാസും ഒക്കെ എല്ലാത്തിലും പരാജയപ്പെട്ടു. കേരളത്തിലെ മതേതര നിലപാടിനെ, നിലമ്പൂരിന്റെ മതേതര നിലപാടിനെ മറികടക്കാനുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പം ആ പരാജയത്തിന്റെ ഒക്കെ അടിസ്ഥാനം പാർട്ടി സഖാക്കൾ തിരിച്ചറിയേണ്ടത്, അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായിസവും മരുമോനിസവും അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം. ഞാൻ പിടിച്ച വോട്ടുകൾ പരിശോധിച്ചാൽ അത് കൃത്യമാണ്. CPMന് പിടിക്കാൻ പറ്റിയ വോട്ട് ഈ പറയുന്ന 65,000 വോട്ടിനടുത്താണ്. 82,000 വോട്ടുണ്ട് ഞാൻ മത്സരിക്കുമ്പോൾ. ആ 15,000 വോട്ട് പോയി. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സങ്കടകരം എന്താണെന്നറിയോ? ഞാൻ ഇന്നലെ പറഞ്ഞ ക്രോസ് വോട്ട്, യഥാർത്ഥത്തിൽ ആ 10,000 വോട്ട് കൂടി തിരിച്ചിങ്ങോട്ട് വന്നാൽ ഞാൻ പറഞ്ഞതുപോലെ സ്വരാജ് തോറ്റ അമ്പിക്കിടക്കാണ്. ആ വോട്ട് ചെയ്ത വ്യക്തികൾ ചെയ്ത ആ പ്രവൃത്തി എന്തുമാത്രം പിണറായി സത്തെ സഹായിക്കുന്നത്. എനിക്ക് വേണ്ട, നീ ഷൗക്കത്തിന് പോയാലും സത്യത്തിൽ ആന്റി പിണറായി വോട്ട് 10,000 വോട്ട് ആ പെട്ടിയിലേക്ക് വീണിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 50,000 ചില്ലാനമാണ് ഈ പറയുന്ന സ്വരാജ് മുഖ്യമന്ത്രി ഈ എന്താ പറയുക വർഗീയത മുഴുവൻ നടത്തിയിട്ട് നിലമ്പൂരിൽ നേടാൻ കഴിഞ്ഞത്. പരിപൂർണമായ ജനങ്ങൾ തിരസ്കരിച്ചൊരു മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ സ്ഥാനാർത്ഥി പറയുന്നത് കേട്ടു, സ്വരാജ് പറയുന്നത് കേട്ടു. അദ്ദേഹം മുമ്പ് പറഞ്ഞ എന്തായിരുന്നു? ഇത് ഗവൺമെന്റിന്റെ വിലയിരുത്തലാകുന്നു. ഇപ്പൊ അദ്ദേഹം പറയുന്നതല്ല, ഇത് ഗവൺമെന്റിന്റെ വിലയിരുത്തലല്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നു ഗവൺമെന്റിന്റെ വിലയിരുത്തലാവും. ഗവൺമെന്റിന്റെ വിലയിരുത്തലാണല്ലോ, വളരെ വ്യക്തമല്ലേ? ഇവിടെ ഈ ഗവൺമെന്റിനെതിരെ, പിണറായിസത്തിനെതിരെ, മരുമോനിസത്തിനെതിരെ കേരളത്തിലെ ജനം അതിശക്തമായ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയാ വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വഴിയൊരുക്കണം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ ഇപ്പോഴും വാർത്തയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വെല്ലുവിളിച്ചത് കൊണ്ടാണ് എന്നെ കൂടെ കൂട്ടാതെ. ഞാൻ എവിടെ വെല്ലുവിളിച്ചത്? കഴിഞ്ഞ മാസം 2-ാം തീയതി കോഴിക്കോട് ചേർന്ന UDF യോഗത്തിൽ അന്നത്തെ UDF കൺവീനർ ആയിരുന്ന ശ്രീ MM ഹസൻ പത്രക്കാരെ വിളിച്ചു പറഞ്ഞതാണ്, PV അൻവറിനെയും ഗ്രൂപ്പിനെയും അസോസിയേറ്റ് മെമ്പറായിട്ട് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ വിഷയം ഈ പറയുന്ന UDF ചെയർമാൻ ശ്രീ VD സതീശനെ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 ദിവസത്തിൽ അദ്ദേഹവുമായി ഡിസ്കസ് ചെയ്ത് ഈ കാര്യങ്ങൾ തീരുമാനിച്ച് ഡിക്ലെയർ ചെയ്യുമെന്ന് പറഞ്ഞാണ്. UDF തീരുമാനമാണ്. അത് കഴിഞ്ഞ 1 മാസം പോയി, ഒരു തീരുമാനമില്ല. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കണ്ട് സംസാരിച്ചു, 2 ദിവസം കൊണ്ട് പറയുന്നതാണ്, അതും ഉണ്ടായില്ല. പിന്നെ കാണുന്നത് ഇലക്ഷൻ പെട്ടെന്ന് പ്രഖ്യാപിച്ച ഉടനെ അദ്ദേഹം ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് ആ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി ആയി പ്രഖ്യാപിക്കുമ്പോഴെങ്കിലും PV അൻവറിനെയും പാർട്ടിയെയും അസോസിയേറ്റ് മെമ്പറായി എടുത്തിരിക്കുന്നു എന്ന് പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്തമല്ലേ? അതും കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി വരുമ്പോഴാണ് പത്രക്കാരെ നിങ്ങൾ ചോദിക്കുന്നത് സ്ഥാനാർത്ഥിയെ കുറിച്ച്. ഞാൻ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു.
ഞാൻ ആ മുന്നണിയുടെ ഭാഗം ഒന്നുമല്ല. അദ്ദേഹത്തിന് പിടിക്കാവുന്ന വോട്ടിന്റെ കാര്യം എനിക്കറിയാം, അതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് പറഞ്ഞത്. പിന്നെ സ്ഥാനാർത്ഥിയെ ഞാൻ പറ്റുമെന്ന് പറയണം, എന്നിട്ട് ഞാൻ വീണ്ടും റിക്വസ്റ്റ് കൊടുക്കണം. ആ റിക്വസ്റ്റ് കൊടുത്തിട്ട് അവർ ആലോചിക്കും. ഇതല്ലേ ഇരുന്നത് സ്ഥിതി? എന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പിടിച്ചു ഉന്തിയതല്ലേ? അപ്പൊ ഞാൻ എവിടെ ധിക്കാരം കാണിച്ചത്? ഞാൻ നിരുപാധിക പിന്തുണ കൊടുത്തുകൊണ്ട് അവിടെ നടന്ന UDF യോഗങ്ങൾ, മുസ്ലിം ലീഗ് അടക്കം നടത്തിയ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചതല്ലേ? ഞാൻ രാജിവെക്കുമ്പോൾ പറഞ്ഞെന്താ? പിണറായിസത്തിന്റെ അവസാനത്തെ ആണിയടിക്കും, 30,000 വോട്ടിനെങ്കിലും കുടിയേറ്റ കർഷകരോട് ജയിപ്പിക്കും. അപ്പൊ എന്താ സ്ഥിതി? അത് പബ്ലിക്കായി നിങ്ങളോട് പറയുമ്പോഴും ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞില്ല, 40,000 കുറയാത്ത വോട്ടിന് നിലമ്പൂരിൽ ഞാൻ ജയിപ്പിച്ചു തരാം. അതാണ് സ്ഥിതി. ഞാൻ ഈ പറയുന്ന TMCയുടെ പിന്നിൽ നിൽക്കുന്ന 4 ആളല്ല ഇതിന്റെ പിന്നിൽ. ഞാൻ ഈ പറയുന്ന പിണറായിസും മരുമോനിസും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. കേരളത്തിൽ മൊത്തം ഉണ്ട്. 15% വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇളകി നിൽക്കുകയാണ്. ആ വോട്ടിനെ ഇപ്പുറത്തെത്തിച്ചെങ്കിൽ ഈ അടുത്ത ഗവൺമെന്റ് UDFന് അധികാരത്തിൽ വരാൻ പറ്റൂ. അതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളൊന്നും എന്നെ കൂടെ കൂട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ രീതിയിൽ അവഹേളിച്ച് അപഹസിച്ച് തള്ളിയത്. ഇപ്പൊ എന്തായി? ഇപ്പൊ എന്റെ വോട്ടും UDFന്റെ വോട്ടും കൂടി കൂട്ടിയാൽ തന്നെ എത്രയായി? 32,000 33,000 എന്ത് വലിയ ഇമ്പാക്ട് ഉണ്ടാകുമായിരുന്നു? പ്ലസ് ഈ പോയ 10,000 വോട്ട് 42,000 ആയോ? മിനിമം എനിക്ക് 30,000 വോട്ട് എന്ന് പറഞ്ഞത് വസ്തുതയല്ലേ? ഇപ്പൊ എത്ര? 20,000 വോട്ടാണ് ഉള്ളത്. ആ 10,000 വോട്ടാണ് അങ്ങോട്ട് ക്രോസ് പോയത് എന്ന് പറഞ്ഞാൽ 50,000ത്തിന്റെ അടുത്താണ് സ്വരാജിന് യഥാർത്ഥത്തിൽ പിണറായിക്ക് ഈ മണ്ഡലത്തിൽ കിട്ടിയ വോട്ട്. ഇതൊരു വസ്തുതയാണ്. ഈ വസ്തുതകളൊന്നും കാണാതെ പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് 20,000 വോട്ട് മലയോര കർഷകർ എനിക്ക് നൽകുന്നത്. ഈ 139 MLA-മാരും മന്ത്രിമാരും MP-മാരും വാർഡ് കയറി ബൂത്ത് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അതിന്റെ എല്ലാ പരിശ്രമങ്ങളും UDFന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി. ഇത്രയും ശക്തമായിട്ട് ഒരു കാലത്തും ലീഗ് പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല ആത്മാർത്ഥമായിട്ട്. എന്നിട്ടും പിന്നെ എങ്ങനെ എനിക്ക് ഈ 10-20,000 വോട്ട് കിട്ടുന്നത്? ഇതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ മലയോര വിഷയം 63 മണ്ഡലങ്ങളുണ്ട്, 489 പഞ്ചായത്തുണ്ട്, ഏകദേശം 1.25 കോടിയോളം വോട്ടർമാരുണ്ട്. ഈ വിഷയത്തെ അഡ്രസ് ചെയ്യണം. ഇതാ നിരന്തരമായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെ കൃത്യമായി അഡ്രസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഒരുമിച്ച് നിന്ന് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഒരു പോരാട്ടം നടത്തിയാൽ ഈ പിണറായിയെ താഴെ ഇറക്കാൻ ഒരു ബുദ്ധിമുട്ടും ഞാൻ കാണുന്നില്ല. അതിന് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും അതിനുള്ള സംവിധാനങ്ങളും വേണം. ഇപ്പൊ ചേലക്കര പോയി ഞാൻ മത്സരിച്ചല്ലോ. ആ കൊട്ടം പാറന്റെ മുകളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 4,000 വോട്ടിന് കിട്ടിയില്ലേ? എങ്ങനെയാ 4,000 വോട്ട് കിട്ടിയേ? അന്ന് ഞങ്ങൾ DMK ആണ്, ഒരു സോഷ്യൽ മൂവ്മെന്റാ. ആരാ വോട്ട് ചെയ്തത്? 39,600 വോട്ടിന് ലീഡുണ്ടായിരുന്നു രാധാകൃഷ്ണൻ ആ മണ്ഡലത്തില്. ആ സാധനം 12,000ത്തേക്ക് ഇറങ്ങിയത് എങ്ങനെയാ? 33 വണ്ടിയാണ് അവിടെ അനൗൺസ് ചെയ്തത് 23 ദിവസം. വെറും പിണറായിസം. അതിലെ വലിയൊരു വിഭാഗം വോട്ട് ഞങ്ങൾക്ക് ചെയ്തിട്ട് ഞങ്ങൾ ജയിക്കാൻ കഴിയില്ല. അത്രയും സ്ട്രോങ് ആന്റി പിണറായി വോട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ 4,000. മറ്റ് ഞങ്ങൾ നടത്തിയ പ്രചരണത്തിന്റെ ഭാഗമായി കിട്ടിയ വോട്ട് മുഴുവൻ ഈ പറഞ്ഞ പിണറായി UDF സ്ഥാനാർത്ഥിക്കാണ്. 12,600ലേക്ക് ചുരുങ്ങി 39,600. ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു നന്ദി നമ്മളോട് കാണിച്ചോ? പാലക്കാട് തെരഞ്ഞെടുപ്പ് അതേ ഘട്ടത്തിലാണ്. അവിടെ BJP അധികാരത്തിൽ വരുന്നതിന് നമ്മൾ പിന്തുണ കൊടുക്കാൻ കൊടുത്തു. നമ്മളെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചു. മിൻഹാജ് അവിടുത്തെ റാവുത്തർ ഫാമിലിയാണ്. കേരളത്തിൽ റാവുത്തർ ഫാമിലിയുള്ള ആളുകളുള്ള ഏറ്റവും കൂടുതൽ ആളുകളുള്ള സ്ഥലം പാലക്കാട് ടൗണാണ്. 10-12,000 വോട്ടർമാരുണ്ട്. അവര് N ബ്ലോക്കായിട്ട് അവർ UDFന് വോട്ട് ചെയ്തു. 3,000 വോട്ടിൽ നിന്ന് 17,000ത്തേക്കായി. ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ. ആ മിൻഹാജിനെ ഒന്ന് കൂടെ കൂട്ടണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പിൽ കൂടെ കൂട്ടിയില്ലെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ അന്ന് വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ബൂത്തുകളിലെ UDFന്റെ ബൂത്തുകൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത് ഈ മിൻഹാജ. അത് കഴിഞ്ഞിട്ട് ഒരു വാക്ക് പോലും നന്ദി കൂടിയും പറഞ്ഞില്ല. അവസാനം മിൻഹാജ് എന്നോട് പറഞ്ഞു, അൻവർക്ക ഞാനില്ലട്ടോ എന്ന് പറഞ്ഞിട്ട് രാജിവെച്ച് പോയി CPM ചേർന്നു. ഇത് കഴിഞ്ഞ് ഈ കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞു.
ഈ വയനാട്ടിലെ പഞ്ചായത്ത്, പനമരം പഞ്ചായത്ത് ഞാൻ പിടിച്ചു കൊടുത്തു. നിലമ്പൂരില് ചുങ്കത്തറ പഞ്ചായത്ത് പിടിച്ചു കൊടുത്തു. ഈ ഒരു ചെറിയ കാലം കൊണ്ട് എന്തെല്ലാം ഇടപെടലുകൾ നടത്തി. എന്നിട്ട് പുറങ്കാല് കൊണ്ട് ചവിട്ടുക. പുറങ്കാല് കൊണ്ട് ചവിട്ടിയാൽ എന്താവും? അതന്നെ അവിടെ സംഭവിച്ചത്. അപ്പം എനിക്ക് ഇനി പറയാനുള്ളത്, പിണറായിയെ താഴെ ഇറക്കണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഈ 63 നിയോജക മണ്ഡലങ്ങളിൽ ഏകദേശം 22ഓളം മണ്ഡലങ്ങൾ 7000-നും എന്താ പറയാ 10,000-നും ഇടക്കാണ് CPM കഴിഞ്ഞ 3 ടേമായി വിജയിച്ച് നിൽക്കുകയാണ്. അത് സുന്ദരമായിട്ട് പരാജയപ്പെടുത്താൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്ത് ആളുകളെ ബോധവൽക്കരിച്ചത്. 103 കർഷക സംഘടനകളുണ്ട്. ആ 103 കർഷക സംഘടനകളെയും കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ട് 5 തവണ ഇടുക്കി പോയിട്ട് ഞാൻ ഈ സമ്മേളനത്തിന്. ഇതൊന്നും ഉപയോഗപ്പെടുത്തണ്ട എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിവൃത്തിയൊന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകും. അതിൽ വേറൊരു മാർഗം ഞങ്ങളെ സംബന്ധിച്ചിട്ടില്ല.